ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കേഷൻ ടൈംസ്. അപ്പോൾ നമ്മുടെ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് സീരീസ് ഫൈനലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോട്ടലായിട്ട് 10 എപ്പിസോഡ്സാണ് ഉള്ളത്. ആൾറെഡി നമ്മുടെ ചാനലിൽ ഒരു ചെറിയ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തോ ഒരു 3 എപ്പിസോഡ് എന്തോ കണ്ടിട്ടാണ് റിവ്യൂ ഇട്ടത്. ബട്ട് ഇപ്പോൾ വന്ന് ഫുൾ എപ്പിസോഡ്സും വന്നിട്ടുണ്ട്. സോ വന്നിട്ട് കുറേ ദിവസമായി ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സീരീസ് മൊത്തം നമുക്ക് വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. നിലവിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു സീരീസിൽ വന്ന് ഈ ഒരു മൊണാർക്ക് എന്ന ഓർഗനൈസേഷനെ ഫോക്കസ് ചെയ്താണ് പോയത്. സോ മൊണാർക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ആയത്, അവരുടെ ടാർഗറ്റ് എന്താണ് അവർ. സോ ആ മൊണാർക്കിനെ ചുറ്റിപ്പറ്റിയാണ് എൻ്റെ കഥ കംപ്ലീറ്റ് ആയിട്ട് പോയത്. അതിൽ മെയിനായിട്ട് ഈ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെ ഫോക്കസ് ചെയ്താണ് എൻ്റെ സ്റ്റോറി പോകുന്നത്. അവരിൽ നിന്നാണ് നമ്മൾ ഈ മൊണാർക്കിനെ പറ്റിയും ഈ ഒരു മോൺസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. സോ അത് പ്രധാനമായിട്ട് 2 ടൈം ലൈനായിട്ടാണ് ഈ സീരീസ് നടക്കുന്നത്. ഒന്ന് വന്ന് 90s ആ ഒരു കാലഘട്ടത്തിലും, ഒന്ന് വന്ന് നമ്മുടെ 2013 ആ ഒരു റേഞ്ചിലുമാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. അവസാനം ഇതെല്ലാം വന്ന് ഒരുമിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. ഓക്കെ, ഇത് രണ്ട് ടൈം ലൈനായിട്ടാണ് നടക്കണമെങ്കിലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇതെല്ലാം ഒരുമിച്ച് ഒരു ഘട്ടത്തിൽ എന്താ പറയുക കൂട്ടി യോജിക്കുന്നുണ്ട്. അത് സൂപ്പറായിട്ടുണ്ടായിരുന്ന വേറെ ലെവലെന്നേ പറയാൻ പറ്റൂ. അപ്പോൾ ഈ ഒരു സീരീസിൽ വന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീരീസിൻ്റെ ക്വാളിറ്റിയാണ്. ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. നമുക്ക് ഈ സീരീസ് എന്താ പറയുക കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആ കണ്ടോണ്ടിരിക്കാൻ നമ്മളെ തോന്നിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുമോ. അമ്മാതിരി കിടിലൻ ക്വാളിറ്റിയാണ് ഈ സീരീസിൻ്റെത്. പിന്നെ ഈ ഒരു സീരീസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത ക്യാരക്ടേഴ്സ് ആരൊക്കെയെന്ന് വെക്കുകയാണെങ്കിൽ ഒന്നുപോലെ നമ്മുടെ ലീഷ എന്നൊരു ക്യാരക്ടറിനെയാണ് മെയിനായിട്ട് ഇവർ ഈ സീരീസിൽ ഫോക്കസ് ചെയ്തത്. ആദ്യം വിചാരിച്ച് മറ്റേ കേറ്റിൻ്റെ ക്യാരക്ടറിലായിരിക്കും, ബട്ട് ശരിക്കും ഈ ഒരു ലീസ എന്ന ക്യാരക്ടറാണ് ഇതിൽ എനിക്കെന്തോ ഒരു ഹീറോ ആയിട്ട് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ റൈറ്റിംഗ് ഒക്കെ സൂപ്പറായിരുന്നു, വേറെ ലെവലായിരുന്നു. സോ 2 ടൈം ലൈനിലും ഈ ലീഷ എന്ന ക്യാരക്ടർ ഉണ്ട്, ഒന്ന് വന്ന 90s നമ്മുടെ 2013 സോ ആ ഒരു ക്യാരക്ടർ സൂപ്പർ എന്ന് പറയാൻ പറ്റും. അതായത് റിയൽ ലൈഫിൽ ഇവർ എന്താ പറയുക അച്ഛനും മോനുമാണ്. അപ്പോൾ ആ ഒരു കാസ്റ്റിങ്ങും പക്കയായിരുന്നു. ഇവരെ രണ്ടുപേരുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. സോ ലീഷാൻ്റെ ക്യാരക്ടർ വേറെ ലെവലായിരുന്നു. ലാസ്റ്റൊക്കെ ഒരു സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ ആവും. സോ അത്രത്തോളം ഒരു കിഡിലൻ ക്യാരക്ടറാണ്. ഇനിയിപ്പം ഗോഡ്സില എക്സ് കോങ്ങിൽ ചിലപ്പം ഈ ഒരു ക്യാരക്ടർ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ വന്ന് ആ ഒരു കേക്കോ എന്നൊരു ക്യാരക്ടറുണ്ട്, ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ബിൽഡാൻഡ്ര തുടങ്ങിയ ക്യാരക്ടേഴ്സൊക്കെ കൊള്ളായിരുന്നു. എനിക്ക് വന്ന് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടർ ആയിരുന്നു വെച്ചാൽ കേറ്റ് എന്ന ക്യാരക്ടറാണ്. സോ ഈ ഒരു ക്യാരക്ടറിനെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒരുമാതിരി വെറുപ്പിക്കൽ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ കൊള്ളായിരുന്നു. ഇത് മാത്രമല്ല ഈ ഒരു സീരീസിൽ വന്ന ഒരു ഹാലോ എർത്തിനെ പറ്റി കുറച്ച് അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹാലോ എർത്ത് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് റെളമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അവിടെ വന്ന് ടൈമൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ആക്ട് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് കാണിച്ചു. അതേപോലെ തന്നെ ആ ഒരു ഹാലോ എർത്തിലുള്ള ചില മോൺസ്റ്റേഴ്സിനെ അവർ ചെറുതായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. വലുതായിട്ട് ഹാലോ എർത്തിനെ എക്സ്പ്ലോർ ചെയ്തില്ല. സോ അത് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ബട്ട് അവരെ കൊണ്ട് കഴിയുന്ന എത്ര രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മോൺസ്റ്റേഴ്സിനൊന്നും അവർ കാണിച്ചിട്ടില്ലായിരുന്നു. ബട്ട് എന്നാലും കുറച്ച് മോൺസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗോഡ്സിലെ ഇടയ്ക്ക് വന്ന് പിന്നെ ലാസ്റ്റും ഗോഡ്സിലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോഡ്സിലെയും ഒരു ഡ്രാഗൺ ടൈപ്പ് മോൺസ്റ്ററൊക്കെ ആയിട്ട് ഒരു ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊള്ളായിരുന്നു. ക്വാളിറ്റിയൊക്കെ സൂപ്പറായിരുന്നു ഫൈറ്റിലുള്ള. സോ അതിലും അതൊക്കെ സൂപ്പറായിട്ടുള്ള പോലെ തന്നെ എനിക്ക് തോന്നി. പിന്നെ ലാസ്റ്റ് നമ്മുടെ കോങ്ങിനെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വേറെ ലെവലായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് വന്ന് നമ്മുടെ ആ ഒരു ഗോഡ്സില വേഴ്സസ് കോങ്ങിന് തൊട്ട് മുമ്പായിട്ടാണ് നടക്കുന്നത്. ഇതിന് ശേഷമാണ് ഗോഡ്സില വേഴ്സസ് കോങ് നടക്കുന്നത് തന്നെ. സോ ഇനി വന്ന് എനിക്ക് ഈ സീരീസിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ അല്ലെങ്കിൽ ഒരു പോരായ്മയായിട്ട് തോന്നിയ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വന്നാൽ കേറ്റിൻ്റെ ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര വെറുപ്പിക്കൽ ക്യാരക്ടറായിട്ടാണ് തോന്നിയത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന രീതിയിലാണ് എനിക്ക് ഈ സീരീസ് കണ്ടപ്പോൾ തോന്നിയത്. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നാണ് തോന്നി. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അത് മാത്രമല്ല സീരീസ് വന്ന് കുറച്ച് സ്ലോ ആയിട്ടാണ് പോണത്. ആദ്യത്തെ എപ്പിസോഡൊക്കെ ഭയങ്കര സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്കൊക്കെ ബോറടിക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. ഉറപ്പായിട്ട് ബോർ വരും, ഓക്കെ, കാരണം അത്രത്തോളം സ്ലോ ആയിട്ടാണ് ഈ സീരീസ് പോകുന്നത്. ബട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ചില ആൾക്കാർക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. പിന്നെ മോൺസ്റ്റേഴ്സിനൊന്നും വലുതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗോഡ്സിലെ ഒന്ന് കാണിച്ചു, ഗോഡ്സിലെ 2 തവണ എന്താണ് കാണിച്ചത്. പിന്നെ വന്ന് അങ്ങനെ വലുതായിട്ട് മോൺസ്റ്റേഴ്സിനൊന്നും അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. സോ വന്നിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. സോ അതുമാത്രമല്ല ഹാലോ എർത്തിനെ പറ്റി അവർ വലുതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചില്ല. അതൊരു റെളം എന്ന് കാണിച്ചു, പിന്നെ ചെറുതായിട്ട് എന്തൊക്കെ കാണിച്ചു. ബട്ട് വലുതായിട്ടൊന്നും ഹാലോ എർത്തിനെ എക്സ്പ്ലോർ ചെയ്തില്ല. ഇതിപ്പോൾ കണ്ടപ്പോൾ കുറച്ചും കൂടെ കൺഫ്യൂഷനായി. എന്താണ് ഈ ഹാലോ എർത്തിന് ഒരു പിടിയും കിട്ടാത്ത രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോണ ഗോഡ്സില എക്സ് കോങ്ങിൽ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. ഓൾറൗണ്ട് ഈ ഒരു മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സീരീസാണ്, ഒരു ഡീസൻറ്റ് സീരീസാണ്. വേറെ ലെവൽ സീരീസ് ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് ഉറപ്പായിട്ടും ഒരു തവണയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ട ഒരു സീരീസാണ്. ഈ ഒരു മോൺസ്റ്റർ വേഴ്സൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഈ ഒരു സീരീസ് കണ്ടേ പറ്റൂ, വേറെ വരിയൊന്നുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സീരീസ് തന്നെയാണ് മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾറെഡി ഈ സീരീസ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കുക. നിങ്ങളിപ്പം ഈ ഒരു ഗോഡ്സില എക്സ് കോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സീരീസ് ദയവ് ചെയ്ത് കാണണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പം സീരീസ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.